എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. എപ്പോഴും നീ എനിക്ക് അടുത്ത് വേണം എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് പറയുന്നത് എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങൾ അടുത്ത് വേണമെന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ആ വ്യക്തി അത് ശ്രദ്ധിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളടുത്ത് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള വിശ്വാസം അത്രത്തോളം ഉണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, നിങ്ങൾ ആ വ്യക്തിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങളുടെ കാര്യം, നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ വ്യക്തിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങളുടെ മനസ്സിലത് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ആ വ്യക്തിയും നിങ്ങളെപ്പോഴും അടുത്തുണ്ടാവാൻ ആഗ്രഹിക്കുന്നു. ദൃഢമായ മനസ്സാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുമ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ചില ദുഃഖങ്ങളുണ്ട്. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോഴും ആ വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും ഒക്കെ നിങ്ങൾ കരുതും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും, നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള ശക്തി ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി അതിന് പോകുന്നൊരു വ്യക്തിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ളൊരു സോഫ്റ്റ് കോർണർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളോട് ഇതിനകം തന്നെ അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധ്യതകൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. നിങ്ങൾ ആ വ്യക്തി ഒന്ന് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് വളരെ വ്യസനത്തോടെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആഗ്രഹിക്കുകയാണ്. നിങ്ങളടുത്തുണ്ടാകണം. നിങ്ങളടുത്തില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുമായി അടുത്ത് മുന്നോട്ട് പോവുക, നിങ്ങളുമായി യോജിച്ച് പോവുക. നിങ്ങളില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് സ്വീകാര്യമല്ല, കഴിയുന്നില്ല. എപ്പോഴും നിങ്ങളടുത്ത് വേണം. നിങ്ങളെക്കൂടാതെ ഒന്നും വേണ്ട. നിങ്ങളെക്കൂടാതെ എന്തുണ്ടെങ്കിലും കാര്യമില്ല. നിങ്ങളുമായി ഒത്തൊരുമിച്ച് പോകാൻ മാത്രം ആഗ്രഹിക്കുന്നു. അല്ലാതെ ഒരു വഴി ആ വ്യക്തിക്കില്ല. സമാധാനം കിട്ടുന്നില്ല. നിങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല. ആ വ്യക്തി തന്നെ ഇല്ല. ആ വ്യക്തിയുടെ മോഹങ്ങളില്ല, സ്വപ്നങ്ങളില്ല, ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത്. പുറത്തുള്ള ആളുകൾക്ക് വലിയ കൃത്യതയുള്ള ഒരു വ്യക്തി, ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തി, എന്തും നേരിടാൻ കഴിവുള്ളൊരു വ്യക്തിത്വം എന്നൊക്കെ തോന്നും. ആ വ്യക്തിയും ചിലപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം, ഞാനൊന്നും കണക്കാക്കുന്നില്ല, എനിക്കൊന്നും പ്രശ്നമല്ല. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ, യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു അടിമയായി മാറുകയാണ്. നിങ്ങളില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഒരു കാര്യത്തിനും ഒരു ഉന്മേഷമില്ല, ഒന്നിനെക്കുറിച്ചും സംസാരിക്കുന്നില്ല. ജീവിതം മുഴുവനും നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിലും നിങ്ങളുടെ സംസാരത്തിലും അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് തോന്നണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വഴിയെ തോന്നും. ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുകയും ചെയ്യും. അടുത്തതായിട്ട് 2ാമത്തെ പുഷ്പം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നീ എനിക്ക് എപ്പോഴും അടുത്ത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചിന്തയിലും സ്വപ്നങ്ങളിലും നീ ഇല്ലാതെ ആരുമില്ല. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതാണ് ആ വ്യക്തി പറയുന്നത്. നീ ഇല്ലെങ്കിൽ ഞാനില്ല. എൻ്റെ നിറങ്ങളും എൻ്റെ വർണ്ണശബളതയും ലോകം എന്നെ ആകർഷിക്കുന്നതൊക്കെ നീ അടുത്തുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് ആ വ്യക്തി മനസ്സുകൊണ്ട് പറയുന്നു നിങ്ങളോട്. നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല.
നിങ്ങളും ആ വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാതെ, നിങ്ങളെ പരിഗണിക്കാതെ കടന്നു പോകുന്നുവെന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്നേഹം ആ വ്യക്തി കൂടുതൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ ആ വ്യക്തിയോട് ദേഷ്യം തോന്നി, അകാരണമായിട്ടൊരു ദേഷ്യം. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിയെ ചില ദുഷ്ടശക്തികൾ നിയന്ത്രിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയോട് അകൽച്ച തോന്നി. അങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെട്ടു, നിങ്ങൾ പരസ്പരം വഴക്കടിച്ചു, നോ കോണ്ടാക്ട് സിറ്റുവേഷനുകളുണ്ടായി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, എനിക്ക് നിങ്ങളൊരു പ്രശ്നമല്ല, നിങ്ങളില്ലെങ്കിൽ ഞാൻ ജീവിക്കും. ആ വ്യക്തിയുടെ ഭൗതിക സൗകര്യങ്ങളും ആ വ്യക്തിയുടെ ഉറച്ച മനസ്സും അതിന് പോകുന്നതുമാണ്. അങ്ങനെ നിങ്ങൾക്ക് തന്നെ വിഷമം തോന്നി, ഞാൻ വെറുതെ വഴക്കടിച്ചു, ഞാൻ പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ ഒരു സൗഭാഗ്യമായ നിങ്ങളുടെ സൗഭാഗ്യമായ വ്യക്തി നിങ്ങളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടോ, നിങ്ങൾ ആ വ്യക്തിയോടെടുത്ത സമീപനം കൊണ്ടോ നിങ്ങളോട് പിണങ്ങിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ടാവുകയാണ്. എൻ്റെ കയ്യിലിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചൊരു വ്യക്തി എൻ്റെ പെരുമാറ്റം കൊണ്ട് എന്നെ വിട്ടു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞുപോയ കാലഘട്ടം ഒന്ന് റിവൈൻഡ് അടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് പുറകിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച നിമിഷങ്ങൾ. പക്ഷേ തെറ്റായ വാക്കോ തെറ്റായ നോട്ടമോ തെറ്റായ പ്രവൃത്തിയോ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദന. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് നിഷ്കളങ്കമായ സ്നേഹം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ചില സമയത്ത് ചില തെറ്റുകൾ പറ്റിപ്പോയി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു കാലക്കേടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു വഴക്കടിക്കുന്ന അവസ്ഥ, ഒരകൽച്ച ഉണ്ടായി. ആ അകൽച്ച നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. നിങ്ങൾ ഇതെങ്ങനെ ഈ അകൽച്ചയെ മറികടക്കും, എങ്ങനെ ഈ അകൽച്ചയില്ലാതെ മുന്നോട്ട് പോകുമെന്നൊക്കെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ നെഞ്ച് ഉരുകിപ്പോയി. ഒരുപാട് വിമർശകർ നിങ്ങൾക്കുണ്ടായി. അവർ പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഇനി ഒരിക്കലും അവർ നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പ്രവർത്തിച്ചത്. പലപ്പോഴും ആ വ്യക്തിയെ മോശമാക്കിയത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വഴക്കടിക്കണം, പിരിയണം, അകലണമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ആളുകളുടെ വാക്കാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ലക്ഷ്യം നിങ്ങളിലൂടെ അവരത് സാധിച്ചെടുക്കുകയും ചെയ്തു. നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റി. നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. നിങ്ങൾക്കത് ചോദിക്കാനും നിങ്ങൾക്ക് സംസാരിക്കാനും ആ ബന്ധം വിളക്കിച്ചേർക്കുവാനും കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കെ, ദുഃഖിച്ചിരിക്കെ, വേദനിച്ചിരിക്കെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, എൻ്റെ വ്യക്തിയെ എനിക്ക് തിരിച്ചു തരണമേ, എൻ്റെ തെറ്റാണ്, ഞാൻ ആ വ്യക്തിയെ വേദനിപ്പിച്ചു, ഇപ്പോൾ ആ വ്യക്തി തിരിഞ്ഞു പോയി, അത്രയും കാലം ഞാൻ ഉപദ്രവിച്ചു, ഇനി ആ വ്യക്തി എൻ്റെ ജീവിതത്തിലില്ല, എനിക്കതൊരു വലിയ നഷ്ടമായി തോന്നുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും, അല്ലെങ്കിൽ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. സന്തോഷത്തോടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവും. ആ വ്യക്തിയോടൊപ്പം ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ജീവിതത്തിൽ ഒരു ദുഃഖവുമില്ലാതെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി ഒരുമിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും അത്. പോസിറ്റീവായിട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.